ഹലോ. നീ പെട്ടെന്നൊന്ന് വീഡിയോ കോൾ വാ. എന്താ കാര്യം? നീ വാടി. കാര്യം എന്താന്ന് വെച്ചാൽ ഇതിലൂടെ പറ. ഉവ്വ. ഹാപ്പി വാലന്റൈൻസ് ഡേ. ഓ, അതിനായിരുന്നോ? എന്തു പറ്റി? ഇഷ്ടമില്ലേ? എനിക്കിവിടെ കുറേ പണിയുണ്ട്. പറഞ്ഞു കഴിഞ്ഞ് കട്ട് ചെയ്തോട്ടെ. അത്ര വലിയ കാര്യമായിട്ട് ഞാൻ വിളിച്ച് വിഷ് ചെയ്തിട്ട് നീ തിരിച്ച് വിഷ് പോലും ചെയ്തില്ല. ഹാപ്പി വാലന്റൈൻസ് ഡേ. വേറൊന്നും ഇല്ലല്ലോ? ശരി എന്നാ. ഹലോ. എന്താ കിടക്കുമായിരുന്നല്ലേ? കുറച്ചു നേരം കൂടെ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ? ഇന്നത്തെ ദിവസം എന്താ? വാലന്റൈൻസ് ഡേ ആ. ആ, എന്താണോ ഗിഫ്റ്റ്? നിനക്ക് എന്താ വേണ്ട ഗിഫ്റ്റ്? എന്റെ മോനെ കെട്ടി പിടിച്ച ചക്കര തന്നെ. നീ ഇങ്ങോട്ട് വാ. ഇപ്പൊ താ. എന്നാ പിടിച്ചോ. ഞാൻ വേറൊരു കോളിലാന്ന് അറിഞ്ഞൂടെ? പിന്നെയും പിന്നെ എന്തിനാ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നേ? എന്താണ് മാഡം, രാവിലെ തന്നെ നല്ല കലിപ്പ് മൂടാണല്ലോ. മനസ്സിലായി, നമ്മളെ വിളിക്കാൻ മാത്രം സമയമില്ല. നടക്കട്ടെ. എന്ത് നടക്കട്ടെ എന്ന്? എനിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലേ ഞാൻ അങ്ങോട്ട് വിളിച്ചോളൂ. നീ എന്താ ഇപ്പം ഇങ്ങനെ? 2 ദിവസമല്ലോ തുടങ്ങിയിട്ട്, എന്തു പറ്റി? എനിക്ക് എന്ത് പറ്റിയെന്ന് നിങ്ങളോട് പറയേണ്ട ആവശ്യമുണ്ടോ? ഓ, മനസ്സിലായി. അല്ല, സാധാരണ എന്നോട് ദേഷ്യപ്പെടുന്നത് പീരിയഡ്സ് ടൈമിലാണല്ലോ. അപ്പോൾ പീരിയഡ്സ് ആയി കാണും അല്ലേ? സാരമില്ല, എനിക്ക് മനസ്സിലാവും. ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. എന്ത് അഡ്ജസ്റ്റ് ചെയ്തോളാന്ന്? ഇതൊക്കെ ഞാൻ നിങ്ങളോട് പറയണമെന്നുണ്ടോ? ഡീ നീ ഒരുപാട് ഓവറാണ്ട. കുറച്ച് ദിവസമല്ലേ തുടങ്ങിയിട്ട്. ഞാൻ വിളിക്കുമ്പോൾ മാത്രം നിനക്ക് എന്നാത്തിൻ്റെ കേടാ? എനിക്കങ്ങനെ പല കേടും ഉണ്ടാവും. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറ. എനിക്ക് എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ മാത്രം നിന്നെ വിളിച്ചാൽ മതിയോ? അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ എനിക്ക് വിളിക്കാൻ പറ്റില്ല. എന്നൊരു കോപ്പ് ഞാൻ വിളിക്കുന്നില്ല. ഇനി വെച്ചിട്ട് പോ. നീ 2-3 പ്രാവശ്യം വിളിച്ചായിരുന്നല്ലേ? ഞാൻ കുളിക്കായിരുന്നു. എന്തേ, ഈ ഡ്രസ്സ് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടോ? അയ്യടാ, അവൻ്റെ ഓരോ ആഗ്രഹം കണ്ടില്ലേ? എടാ, ഒരു മിനിറ്റ്, ഞാൻ ഇപ്പം അങ്ങോട്ട് തിരിച്ചു വിളിക്കാവേ. തനിക്ക് നാണമില്ലേ? അതുകൊണ്ടല്ലേ ഞാൻ വീണ്ടും വീണ്ടും വിളിക്കുന്നത്. അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് ഈ റിലേഷൻ മുമ്പോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല. എനിക്ക് കുറച്ച് ദിവസമായിട്ട് മനസ്സിലായി, നീ പണ്ടത്തെ പോലെ ഒന്നുമല്ല. നിനക്കിപ്പോൾ ഈ റിലേഷൻ മടുത്തു തുടങ്ങിയല്ലേ? മനസ്സിലായെങ്കിൽ പിന്നെ എന്തിനാ വിളിച്ചോണ്ടിരിക്കുന്നേ? നിനക്ക് എന്താ പറ്റിയേ? എനിക്കൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ ഞാൻ പറയാനുള്ള കാര്യം ഞാൻ പറഞ്ഞു. എനിക്ക് ഈ റിലേഷൻ ഇനി മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് തീരെ താല്പര്യമില്ല. നീ കാരണം എന്താന്ന് പറ. എനിക്കിപ്പോൾ ഇങ്ങനെയാണ് തോന്നുന്നേ. എനിക്ക് ഇപ്പോൾ ഫീലിങ്സ് ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ഇത് മുമ്പോട്ട് കൊണ്ടുപോകുന്നേ? എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? അതൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് താല്പര്യമില്ല. നമ്മളൊന്ന് നേരിട്ട് കണ്ടാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. നീ ഇങ്ങനെ ഫോണിലൂടെ ഓരോ തീരുമാനങ്ങളൊന്നും എടുക്കല്ലേ. എനിക്ക് നേരിട്ട് കാണാനും താല്പര്യമില്ല, ഒന്നിനും താല്പര്യമില്ല. എനിക്ക് സംസാരിക്കാനും താല്പര്യമില്ല. എടി, നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നീ എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെയാണ് നിന്നുകൊണ്ടിരുന്നത്. ഞാൻ ഫേസ്ബുക്കിൽ ഒരു കസിനോട് ഫോട്ടോ ഇട്ടപ്പോൾ പോലും പോസസീവ് അടിച്ച് എൻ്റെ അടുത്ത് 2 ദിവസം മിണ്ടായിരുന്നുള്ള നീ. നിനക്ക് ഇങ്ങനെയൊക്കെ ആകാൻ പറ്റുമോ? അതപ്പോ അല്ലേ, ഞാൻ ഇപ്പൊ ഇങ്ങനെയാ. അതിൻ്റെ ഇപ്പം എന്താ ചേഞ്ച്? നിനക്ക് ഇപ്പൊ ഇങ്ങനെയാന്ന് പറഞ്ഞാൽ അത്ര കേട്ടാ മതി. എനിക്കിനി താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ താല്പര്യമില്ല. ലൈഫിൽ സംഭവിക്കുന്നൊക്കെ നല്ലതിനായിരിക്കും. ഇനിയൊന്നും ആലോചിക്കാനില്ലല്ലോ അല്ലേ? എനിക്കൊന്നും ആലോചിക്കാനില്ല. അവസാനമായിട്ട് എനിക്ക് ഒരൊറ്റ കാര്യം പറയാനുള്ളൂ. ദയവ് ചെയ്ത് ഇനി എന്നെ വിളിക്കരുത്. എന്നെ ശല്യപ്പെടുത്തരുത്, പ്ലീസ്.
ഡാ നീ എന്തിരിപ്പിരിക്കണത്? നീ ഇത് വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത? എടാ ലൈഫ് ആകുമ്പോൾ നിനക്ക് സംഭവിക്കും. നീ ഇങ്ങനെ ഇരിക്കാത്ത പുറത്തേക്ക് നിന്റെ മൈൻഡൊക്കെ ഒന്ന് മാറ്റിയേ. എടാ നിനക്കറിയാത്തോണ്ടാ ഇപ്പം 4 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അവളെ തന്നെ വിളിച്ചുകൊണ്ട് ഇപ്പം നമ്മളെങ്ങോട്ടെങ്കിലും ട്രിപ്പ് പോയാൽ പോലും എനിക്കത് ആസ്വദിക്കാൻ പറ്റിയിരുന്നില്ല. ഫുൾ ടൈം ഫോണിൽ. ഇപ്പം ഞാൻ വീട്ടിൽ പോകുന്നത് തന്നെ കഴിക്കാനും കിടക്കാനും വേണ്ടി മാത്രമാണ്. ഏത് സമയം വീഡിയോ കോൾ വെളുപ്പിനവർ. പിന്നെ കാശുണ്ടാക്കുന്നത് അവളെ കാണാൻ വേണ്ടി പോകാൻ വേണ്ടി മാത്രം. അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ പെട്ടെന്ന് ചേഞ്ച് ചെയ്യുമ്പോൾ ഒരു പാടലിയാണ്, ശരിയാകുന്നില്ല. അവളോ ഫോൺ എടുക്ക്, സംസാരിക്കും. ഹലോ, ഞാൻ വിളിച്ചതേ ഒരു കാര്യം പറയാനാ. നിന്റെ കഴിഞ്ഞ 2 ബർത്ത്ഡേക്കും ബ്രാൻഡഡ് വാച്ചും ഷൂസുമാണ് ഞാൻ വാങ്ങിച്ചു തന്നത്. അതിനെനിക്ക് കുറച്ച് പൈസ ചിലവായിട്ടുണ്ട്. അതിന് ശേഷം നീ നിന്റെ ഫ്രണ്ട്സുമായിട്ട് ട്രിപ്പ് പോയപ്പോൾ നീ പൈസ ചോദിച്ചില്ലെങ്കിൽ പോലും നിനക്ക് പൈസ തന്നത് ഞാനാ, ഒരു 4500 രൂപ. അത് രണ്ടും എനിക്ക് തിരിച്ചു വേണം. പിന്നെ നീ എനിക്ക് തിന്നാനും കുടിക്കാനും ഒക്കെ വാങ്ങിച്ചു തന്നത് അതിൽ നിന്ന് കുറയ്ക്കുന്നെങ്കിൽ നീ ഞാൻ കുറച്ചോ, എന്നിട്ട് ബാക്കി ഇട്ടാൽ മതി. അപ്പം ഞാൻ നിന്നോട് കാണിച്ച മാന്യത നീ എന്നോട് തിരിച്ചും കാണിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഒരു കാര്യം കൂടെ, ഈ പൈസ ഇട്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് നീ എന്നെ വിളിക്കണമെന്നില്ല. മെസ്സേജ് അയച്ചാൽ ഞാൻ നോക്കിക്കോളാം. ഓക്കെ, ബൈ.